നമസ്കാരം. നേരം വൈകുന്നേരം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുകയാണ്. ആ നല്ല സായാഹ്നത്തിൽ ഇന്ന് നടന്ന വാർത്തകളുടെ ഒരു സമഗ്ര ചിത്രവും നമുക്ക് പരിശോധിച്ചു പോകാം. ഒപ്പം പ്രത്യേക സെഗ്മെന്റുകളും ഒക്കെ കാണാം. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. സ്വർണ്ണപ്പാളി വിവാദം കഴിഞ്ഞ കുറേ ദിവസമായി കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അയ്യപ്പ സംഗമത്തിൽ തുടങ്ങിയതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ. അത് ഹൈക്കോടതി ഇടപെടലോടുകൂടി അവിടെ നടന്ന അറ്റകുറ്റപ്പണികൾക്കായി ഈ സ്വർണ്ണപ്പാളികൾ പുറത്തു പോയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വലിയ വലിയ ഗൗരവമുള്ള തലങ്ങളിൽ എത്തി നിൽക്കുകയാണ്. ഇന്നലെ ഹൈക്കോടതി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ അന്വേഷണത്തിനായി നിയോഗിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ഇപ്പോൾ നടപടികളിലേക്ക് ദേവസ്വം ബോർഡ് കടന്നിരിക്കുന്നു. ആദ്യ നടപടി ഉണ്ടായിരിക്കുന്നത് ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർക്കെതിരെയാണ്. ഡെപ്യൂട്ടി കമ്മീഷണറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അന്ന് ഈ സ്വർണ്ണപ്പാളികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അതിന്റെ ഉത്തരവാദിത്വം വഹിച്ച വ്യക്തിയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആദ്യ നടപടി ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ദേവസ്വം ബോർഡ് ഹരിപ്പാട് ഡെപ്യൂട്ടി കമ്മീഷണറാണ് മുരാരി ബാബു. ഇപ്പോൾ വിവാദ കാലത്ത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. ആ സ്ഥാനത്തിരുന്നുകൊണ്ട് ചെയ്ത കാര്യങ്ങളിൽ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഈ നടപടിയിലേക്ക് കടക്കുന്നത്. മുരാരി ബാബുവിന്റെ നടപടികളും തീരുമാനങ്ങളും സംശയമുണ്ടാക്കുന്നതാണ് എന്ന് ബോർഡിന് ബോധ്യം വന്നിരിക്കുന്നു. ഈ വിഷയം ദേവസ്വം ബോർഡ് ഇന്ന് ചർച്ച ചെയ്യുകയും ആ ചർച്ചകൾക്കൊടുവിലാണ് ഇങ്ങനെയൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥരെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള നീക്കമാണ് ദേവസ്വം ബോർഡ് നടത്തുന്നത് എന്ന തരത്തിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. നോക്കൂ, ഏത് ഘട്ടത്തിലാണ് ദേവസ്വം ബോർഡ് നടപടിയെടുക്കുന്നത്? കോടതി ഇതിൽ ശക്തമായ അന്വേഷണത്തിലേക്കും വലിയ വിമർശനങ്ങളിലേക്കും അവിടെ പ്രാഥമികമായി വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ വലിയ ക്രമക്കേടിന്റെ കണ്ടെത്തലുകളിലേക്കും എത്തുമ്പോഴാണ് ദേവസ്വം ബോർഡിന്റെ ഈ നടപടി എന്ന കാര്യം നമ്മൾ ഓർക്കണം. രണ്ട് തരത്തിൽ വീഴ്ചകൾ സംഭവിച്ചു മുരാരി ബാബുവിന് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. രണ്ട് ഘട്ടങ്ങളിൽ പ്രധാനമായും വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഒന്ന് 2019 ദ്വാരപാലക ശില്പത്തിലെ പാളി സ്വർണം പൂശാനായി കൊടുക്കുമ്പോൾ അന്ന് ഇറക്കിയ ഉത്തരവിൽ ചെമ്പ് പാളികൾ എന്നതാണ് സൂചിപ്പിച്ചിരുന്നത്. അത് സ്വർണ്ണപ്പാളികൾ വിജയമല്യ 1999 സ്വർണം പൂശിയതിന് ശേഷം അത് പിന്നീട് അറ്റകുറ്റപ്പണികൾക്കായി പോകുമ്പോൾ ആ സ്വർണ്ണപ്പാളികൾ എങ്ങനെ ചെമ്പ് പാളികളായി മാറി? അപ്പോൾ ആ കാര്യത്തിൽ ദേവസ്വം ബോർഡിനെ കുരുക്കിലാക്കുന്നത് ഈ ഉത്തരവാണ്. ആ ഉത്തരവിലേക്ക് നയിച്ചത് വലിയ പിഴവ് ആണ് എന്ന് കാണിച്ചുകൊണ്ടാണ് അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബുവിനെതിരെ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ വീഴ്ചയായി കണക്കാക്കപ്പെടുന്നത്. എങ്ങനെ ശബരിമലയിൽ ലഭിച്ച സ്വർണ്ണപ്പാളികൾ ചെമ്പ് പാളികളായി മാറി എന്നതായിരുന്നു ഏറ്റവും സംശയകരമായ ഉയർന്നുകൊണ്ടിരുന്ന ചോദ്യം. അതിൽ മുരാരി ബാബുവിനെ ഇപ്പോൾ കുറ്റക്കാരനായി കാണുന്നു. അയാളുടെ നടപടികളിൽ പ്രശ്നമുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച ദ്വാരപാലക ശില്പത്തിന് അറ്റകുറ്റപ്പണി എന്ന നിലയിൽ അത് 2025 വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി അത് അവിടെ നിന്ന് അഴിച്ചു മാറ്റുന്നു. സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കുകയോ അതിന് അനുമതി നേടുകയോ ഒന്നും ചെയ്യാതെ തന്നെ സന്നിധാനത്ത് നിന്ന് ഇത് കൊണ്ടുപോകുന്നു. ചെന്നൈയിൽ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുന്നു. ആ ഘട്ടത്തിലാണ് സ്പെഷ്യൽ കമ്മീഷണർ ഈ കാര്യം കോടതിയെ ധരിപ്പിക്കുകയും കോടതി വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്തു വിടണം എന്ന് ഈ 2025 ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കുന്ന കാലത്താണ് മുരാരി ബാബു ഇടപെടുന്നത്. ഇവിടെയും മുരാരി ബാബുവിന് വീഴ്ചയുണ്ടായി എന്നതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് വിലയിരുത്തുന്നത്. ഈ ഘട്ടത്തിലാണ് മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ദേവസ്വം ബോർഡ് തീരുമാനം എടുക്കുന്നത്. എന്താണ് മുരാരി ബാബുവിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ഈ ഘട്ടത്തിൽ എന്നത് നമ്മൾക്ക് പരിശോധിക്കാം. ഒരു തരത്തിലും ഈ സംഭവങ്ങളിൽ ഒരു പങ്കും ഇല്ല എന്നതാണ് മുരാരി ബാബു പറയുന്നത്. മഹസറിൽ ചെമ്പ് പാളിയെന്ന് രേഖപ്പെടുത്തിയത് തന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മുരാരി ബാബു പറയുന്നു. താൻ നൽകിയത് പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ്. അനുമതി നൽകുന്നത് തനിക്ക് മുകളിലുള്ളവരാണ്.
ദ്വാരപാലകരിലും കട്ടിളയിലും നേരിയ തോതിലാണ് സ്വർണം പൂശിയത്. അതുകൊണ്ട് തന്നെ ഈ ചെമ്പ് വെളിയിൽ വന്നു. ചെമ്പ് ആണ് കാണുന്നത്, അതുകൊണ്ടാണ് ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് എന്നതാണ് മുരാരി ബാബു പറയുന്നതും. മാത്രവുമല്ല, ഇന്ന് ഈ നടപടികളിലേക്ക് കടക്കും മുമ്പ് മുരാരി ബാബു മാധ്യമങ്ങളെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ, മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അവിടെ ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണ്ണപ്പാളി മാത്രമല്ല, കട്ടിളപ്പടിയിലെ സ്വർണ്ണപ്പാളിയും കാണാതെ പോയി എന്ന ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗൗരവം വലുതാവുകയാണ്. അവിടെ നിന്ന് എന്തൊക്കെ മോഷണം പോയിട്ടുണ്ട്, എന്തൊക്കെ കാണാതെ പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ വലിയ ദുരൂഹതകൾ നിലനിൽക്കുകയാണ്. എന്തായാലും ഒരു സമഗ്ര അന്വേഷണം ഈ കാര്യത്തിൽ നടന്നു വേണം ഇതിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം പുറത്തു വരാൻ. എന്തായാലും മുരാരി ബാബുവിലേക്ക് എത്തിയിരിക്കുന്നു ദേവസ്വം ബോർഡ്. മുരാരി ബാബുവിനെതിരെ നടപടി എടുത്തുകൊണ്ടാണ്, സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഒരാൾ മാത്രം ആണോ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, ബാക്കി ആർക്കൊക്കെ ഈ കാര്യങ്ങൾ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് തുടങ്ങി വിശദമായ അന്വേഷണം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു മുഖം രക്ഷിക്കൽ നടപടി എന്ന നിലയിൽ വേണം ദേവസ്വം ബോർഡിന്റെ ഈ ഇടപെടലുകളെ കാണാൻ. മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഇടപാടാണ് നടന്നിരിക്കുന്നത്. നോക്കൂ, വലിയ രാഷ്ട്രീയ വിവാദമായി തന്നെ ഈ സ്വർണ്ണപ്പാളി വിവാദം മാറാൻ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. സഭയിൽ കഴിഞ്ഞ ദിവസം ഇത് വലിയ വിഷയമായി തന്നെ വരുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ന് മറ്റൊരു തലത്തിലേക്ക് കൂടി ഈ സ്വർണ്ണപ്പാളി വിവാദം എത്തുകയാണ്. അത് ഇന്നലെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പരാമർശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ആരോപണത്തിന്റെ മുന ആ നിലയിലേക്ക് മാറ്റുന്നത്. ശബരിമലയിലെ യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ കൈക്കലാക്കിയ വാങ്ങിയ കോടീശ്വരൻ ആര് എന്നൊരു ചോദ്യം പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉണ്ടാവുകയാണ്. അപ്പോൾ ശബരിമലയിലെ സ്വർണം വിറ്റു, ആർക്കോ ഏതോ ഒരു കോടീശ്വരന് വിറ്റു എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. ആ കോടീശ്വരൻ ആര് എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു. കോടതി ഉത്തരവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഗുരുതരമായ ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നതെന്ന് നമ്മൾ കാണണം. ദ്വാരപാലക ശില്പം സംസ്ഥാനത്തെ ഏത് കോടീശ്വരനാണ് വിറ്റിരിക്കുന്നത്? ഇപ്പോൾ ഏത് കോടീശ്വരന്റെ വീട്ടിലാണ് ഇത് ഉള്ളത് എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. കോടികൾ മറിയുന്ന കച്ചവടമാണ് നടന്നിരിക്കുന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പം വിറ്റുവെന്നാണ് കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. തങ്ങൾ ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ് കോടതിയുടെ ഫൈൻഡിങ്സ് എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുകയാണ്. ഇങ്ങനെ ഒരു കളവ് നടന്നു എന്ന് ദേവസ്വം ബോർഡിന് അറിയാമായിരുന്നു. എത്ര കള്ളന്മാരാണ് തലപ്പത്തിരിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണ്. നോക്കൂ, ശബരിമലയിലെ ഏറ്റവും പവിത്രമായി കാണുന്ന, രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം, സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയം, അതിൻ്റെ പ്രസക്തി എന്താണ് എന്നത് പല ഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രമാണ് എന്നതുകൂടി നമ്മൾ കാണണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിലനിൽപ്പ് തന്നെ ഒരുപക്ഷെ ശബരിമലയെ ആശ്രയിച്ചാണ് എന്ന് നമ്മൾ പറയണം. ആ ക്ഷേത്രത്തിലാണ് വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നതിൻ്റെ വിവരങ്ങൾ വരുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു, അവിടുത്തെ സ്വർണ്ണപ്പാളി ഏത് കോടീശ്വരന്റെ വീട്ടിലാണ് എന്നത്. ആ വാക്കുകൾ കേൾക്കാം. ഞങ്ങൾക്ക് CPM-നോട്, സർക്കാരിനോട് പറയാനുള്ളത്, ശബരിമല ധർമ്മശാസ്താവിൻ്റെ ദ്വാരപാലക ശില്പം ഏത് സംസ്ഥാനത്തെ ഏത് കോടീശ്വരന്റെ വീട്ടിലേക്കാണ് നിങ്ങൾ വിറ്റിരിക്കുന്നത്? ഏത് കോടീശ്വരന്റെ വീട്ടിലേക്കാണ്? അതിപ്പോൾ ഉള്ളത് ഏത് കോടീശ്വരന്റെ വീട്ടിലാണ്? കോടികൾ മറിയുന്ന കച്ചവടമാണ്. കാരണം പവിത്രമായ ശബരിമലയിൽ ഇരുന്ന ദ്വാരപാലക ശില്പം വിറ്റു എന്നാണ് കോടതിയുടെ ഫൈൻഡിങ്. അപ്പൊ എത്ര കള്ളന്മാരാണ് ഈ തലപ്പത്തിരിക്കുന്നത്? ശബരിമലയിലെ ആ പവിത്രമായ സ്വർണ്ണപ്പാളികൾ പ്രമുഖ സിനിമാ നടന്റെ വീട്ടിൽ, ജയറാമിന്റെ വീട്ടിൽ വരെ കൊണ്ടുവച്ച് വലിയ പ്രതിഷേധമാണ് ഇന്ന് കണ്ടത്. അത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു, ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധമുണ്ടായിരുന്നു, യുവമോർച്ചയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്കാണ് പ്രതിഷേധ മാർച്ചുകളും പരിപാടികളും നടന്നത്. ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്തി തന്നെയായിരുന്നു ഈ പ്രതിഷേധ മാർച്ചുകളും നടന്നത്. പത്തനംതിട്ടയിലും വലിയ പ്രതിഷേധം അരങ്ങേറി. പത്തനംതിട്ടയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രതീകാത്മകമായി പാളിയുമായാണ് അവിടെ മാർച്ച് നടന്നത്. ആ പ്രതിഷേധ മാർച്ചിൽ ഇത് സ്വർണ്ണമല്ല, ആരും കട്ടെടുക്കരുത് എന്ന മുന്നറിയിപ്പുകൾ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ പരിഹാസവും ഒപ്പം തന്നെ കനത്ത പ്രതിഷേധവുമായി തെരുവുകളിൽ ഹിന്ദു ഐക്യവേദിയുടെയും ഒപ്പം യുവമോർച്ചയുടെയും
യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഇറങ്ങുന്നതാണ് കണ്ടത്. നമ്മൾ ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം. 3-4 പ്രതിഷേധ പ്രകടനങ്ങൾ വിവിധയിടങ്ങളിലായി നടന്നതിന്റെ അപ്പോൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സർക്കാരിനെതിരെ വ്യാപകമായ പ്രതിഷേധം നടക്കുകയാണ്. ദേവസ്വം ബോർഡ് ഓഫീസുകളിലേക്ക് പ്രതിഷേധം നടക്കുകയാണ്. ദേവസ്വം മന്ത്രിയുടെ രാജിയും ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണമെന്നുള്ള ആവശ്യവും ഒക്കെ ഉന്നയിക്കുകയാണ്. മാത്രവുമല്ല, പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത് ശബരിമല സ്ത്രീ പ്രവേശന സമയത്ത് നടത്തിയ പോലെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ്. മേഖലാ റാലികൾ നടത്താനും പന്തളത്ത് മഹാസംഗമം നടത്താനും ഒക്കെ പ്രതിപക്ഷം കച്ചകെട്ടുകയാണ്. അതിന്റെ ആദ്യപടിയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മൾ സഭയിൽ കാണുന്നത്, ഇന്ന് സഭയ്ക്ക് പുറത്തും കണ്ടത്. അപ്പോൾ പ്രതിഷേധം ഇങ്ങനെ കണക്കുമ്പോൾ എന്താണ് ഈ വിഷയത്തിൽ സർക്കാരിന് പറയാനുണ്ടായിരുന്നത് സഭയ്ക്കുള്ളിൽ എന്നതുകൂടി നോക്കണം. സർക്കാർ സഭയിൽ പറയുന്നു, നിങ്ങൾ ചട്ടം പാലിച്ചില്ല, നോട്ടീസ് തന്നില്ല, ചർച്ച ചെയ്യാനാകില്ല എന്നത്. ഇതേ വിഷയം നേരത്തെ സഭയുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ അന്ന് പറഞ്ഞത് ഇത് കോടതി പരിഗണിക്കുന്ന വിഷയമാണ്, അതുകൊണ്ട് ഈ ഘട്ടത്തിൽ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാനാകില്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ സാധാരണക്കാരായ മനുഷ്യർക്കുൾപ്പെടെ വിശ്വാസികൾക്കുൾപ്പെടെ ഉണ്ടായിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ ഇവർ ശ്രമിക്കുന്നില്ല എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് എത്ര അടിയന്തര പ്രമേയ ചർച്ചകൾ സഭയിൽ നടത്തി അപ്രതീക്ഷിതമായി പ്രതിപക്ഷത്തെ ആ ചർച്ചകൾ പ്രതിപക്ഷം പോലും വിചാരിക്കാതിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയമായി വന്ന വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്ത സർക്കാരാണ്. പക്ഷേ ഏറ്റവും ഗൗരവതരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ, അതിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഗുരുതരമായ വിമർശനങ്ങൾ ഉയരുമ്പോൾ, കോടതി ഇനിഷ്യേറ്റീവ് എടുത്ത് അതിൽ അന്വേഷണം നടത്തുമ്പോൾ ഒരന്വേഷണവും ഇതുവരെ തുടങ്ങി വെച്ചിട്ടില്ല എന്ന കാര്യം നോക്കണം. എല്ലാം കോടതി നടത്തട്ടെ, ഞങ്ങൾ സഹകരിച്ചോളാം എന്ന ഔദാര്യ അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്ഥിതിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ളത്. അതിനപ്പുറം ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്, അത് കേൾക്കാനുള്ള അവകാശം ജനങ്ങളെ സംബന്ധിച്ചുണ്ട്, ഓരോ വിശ്വാസിയെയും സംബന്ധിച്ചുണ്ട്. അത് ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്താനും അവർ ഒളിച്ചോടുന്നു എന്ന് ചിത്രീകരിക്കാനുമുള്ള ശ്രമം നടത്തുമ്പോൾ ഇത് അറിയാനുള്ള അവകാശം ഓരോ മനുഷ്യർക്കും ഉണ്ട് എന്ന കാര്യം ഈ മന്ത്രിമാർ ഓർക്കുന്നില്ല. നോക്കൂ, നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ എന്തുകൊണ്ടാണ് ഒരു ബെഞ്ച്, ദേവസ്വം ബെഞ്ച് ഹൈക്കോടതിയിൽ വരുന്നത്? ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ, ഇതിൻ്റെ ദേവസ്വം ബോർഡായാലും ദേവസ്വം വകുപ്പായാലും അത് കൃത്യമായ നിലയിൽ പോകുന്നില്ല എന്ന് കാണുമ്പോഴാണ് അതിനൊരു മേൽനോട്ടം വഹിക്കാൻ ഹൈക്കോടതി അങ്ങനെ ഒരു സംവിധാനം സൃഷ്ടിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ, അറ്റകുറ്റപ്പണികൾ നടത്തുകയാണെങ്കിൽ എന്ത് നീക്കം നടത്തിയാലും സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണം എന്ന ഒരു നിർദ്ദേശം 2023 കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അവിടെയും സുതാര്യമല്ല കാര്യങ്ങൾ എന്ന് ബോധ്യപ്പെട്ടതിനാലാണ്. പക്ഷേ ഈ കൊണ്ടുവരുന്ന നിർദ്ദേശങ്ങളും സംവിധാനങ്ങളും എല്ലാം അട്ടിമറിച്ച് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിമറികളും തട്ടിപ്പും ക്രമക്കേടും ക്രിമിനൽ പ്രവർത്തനങ്ങളും അവിടെ നടന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അതിൽ മറുപടി പറയേണ്ടവർ മറുപടി പറഞ്ഞു തന്നെ പോകണം. കൃത്യമായ അന്വേഷണങ്ങൾ വേണം. ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്ത്, ക്രിമിനൽ കുറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന് ബോധ്യം വന്നിട്ട് പോലും ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനുള്ള ഇനിഷ്യേറ്റീവ് പോലും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇപ്പോൾ കോടതി പോലും പറഞ്ഞു വെച്ചതിന് ശേഷം ഒരു നടപടിയെടുക്കുന്നതല്ലാതെ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നവർ പോലും അന്വേഷിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്തിരുന്നില്ല. അപ്പോൾ ഒരുപാട് വീഴ്ചകളാണ്. ഈ സർക്കാർ തുടർ ഭരണം കിട്ടിയ സർക്കാരാണ്. അവരുടെ 2 ഭരണ കാലയളവിൽ ആണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. അതിൻ്റെ ഗൗരവം വലുതാണ്. അതിൽ കൃത്യമായ മറുപടിയും നടപടിയും ഒക്കെ ഉണ്ടാകണം. ഞങ്ങൾക്കൊന്നും മറക്കാനില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അത് ജനങ്ങൾക്ക് ബോധ്യമാവുക തന്നെ വേണം. എന്തായാലും ഈ വിഷയം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല എന്നത് തന്നെയാണ് മനസ്സിലാകുന്നത്. കൂടുതൽ പ്രക്ഷോഭങ്ങളും രാഷ്ട്രീയ ആരോപണങ്ങളും കണ്ടെത്തലുകളും ഈ വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് തന്നെയാണ് ഓരോ ദിവസവും വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. നമുക്ക് അടുത്ത ഫോക്കസുകളിലേക്ക് വരാം ഒരിടവേളയ്ക്ക് ശേഷം.
പശ്ചിമേഷ്യയെ ഏറ്റവും രക്തരൂക്ഷിതമാക്കിയ ഗാസ യുദ്ധത്തിന്റെ 2ാം വർഷമാണ് ഇന്ന് ഒക്ടോബർ 7. 2023 ഒക്ടോബർ 7-നാണ് സായുധരായ ഹമാസ് സംഘം ഇസ്രയേലിൽ കടന്നു കയറി ആക്രമണം നടത്തുന്നത്. ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് അഭിമാനിച്ച അഹങ്കരിച്ച ഇസ്രയേലിന് വലിയ അപ്രതീക്ഷിതമായ ഞെട്ടലും ഒപ്പം തന്നെ നാണക്കേടുമാണ് ഹമാസിന്റെ ആ ആക്രമണങ്ങൾ വരുത്തിവെച്ചത്. തിരിച്ചടി അന്ന് തുടങ്ങിയതാണ്. ഇന്ന് 2ാം വർഷമാകുമ്പോഴും അതേപോലെ കടന്നാക്രമണം ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ. 2023 ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രയേലിൽ മിന്നലാക്രമണം നടത്തിയ ഹമാസ് കൊന്നു തള്ളിയത് 1200 പേരെയാണ്. 1195 പേർക്ക് പരിക്കേറ്റു. 251 പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത്. അപ്പോൾ അന്ന് 1200 പേരുടെ ജീവനെടുത്ത ആക്രമണമാണ് കണ്ടത്. ലോകരാഷ്ട്രങ്ങൾ അതിനെ അപലപിച്ച് രംഗത്തെത്തി. അതിൽ പ്രത്യാക്രമണം എന്ന നിലയിലാണ് ഇസ്രയേൽ ആക്രമണം തുടങ്ങിയത്. അൽ അഖ്സ പ്രളയം എന്നതായിരുന്നു ഹമാസിന്റെ ആ ഓപ്പറേഷൻ അവർ നൽകിയിരുന്ന പേര്. അൽ അഖ്സയ്ക്ക് പ്രതികാരം എന്ന വണ്ണം ഇസ്രയേൽ അന്ന് തുടങ്ങിയ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത് 67,000-ലധികം മനുഷ്യരാണ്. അതിൽ 30,000-ഓളം കുട്ടികൾ. ആ കുഞ്ഞുങ്ങളിൽ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ എണ്ണം വലുതാണ്. പട്ടിണി കിടന്ന് മരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ഗസയിൽ കണ്ടു. അവിടുത്തെ 90%-ലധികം വരുന്ന വീടുകൾ നശിച്ചു. ആരാധനാലയങ്ങളും ഒപ്പം തന്നെ ആശുപത്രികളും വരെ ആക്രമണത്തിനിരയായി. റെഫ്യൂജി ക്യാമ്പുകൾ പോലും ആക്രമിക്കപ്പെട്ടു. ഭക്ഷണം കിട്ടാതെ ഇപ്പോഴും 6 ലക്ഷത്തിലധികം മനുഷ്യർ ഗസയിലെ ഭൂമിയിലുണ്ട് എന്നതാണ് കരുതുന്നത്. പലരും അവിടെ നിന്ന് പലായനം ചെയ്തു. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ആ നാട് ഏറ്റുവാങ്ങി. മഹാനാശമാണ് ഗസ ഈ 2 വർഷക്കാലം അവിടെ കണ്ടത്. ഇതാണ് ഗസ കണ്ടുകൊണ്ടിരുന്നത്. 2 വർഷമായി ഈ കിരാതമായ വേട്ടയാണ് ഗസയിൽ നടക്കുന്നത്. പിന്നാലെ ഈ ഹമാസിന്റെ ആക്രമണത്തിന് പിന്നാലെ ആരംഭിച്ച യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അഭയാർത്ഥി പ്രവാഹം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രികളും സ്കൂളുകളും റെഫ്യൂജി ക്യാമ്പുകളും വരെ ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1,69,679 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് വിവരം. 67,000 മരണം എന്ന് പറയുമ്പോൾ അതിൻ്റെയും രണ്ടിരട്ടിയിലധികം ആളുകൾക്ക് പരിക്കേറ്റ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളിൽ 90%-ലധികം ഭവനരഹിതരായി. ഹമാസിന് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ നഷ്ടമായി. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ 2024 ജനുവരി 2-ന് ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഉപമേധാവി സാലിഖ് അൽ അറൂരി ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. ഹമാസിന്റെ സൈനിക വിഭാഗം തലവൻ ഒക്ടോബർ 7 ആക്രമണത്തിന്റെ സൂത്രധാരനുമായ മുഹമ്മദ് ദെയ്ഫിനെ ജൂലൈ 13-ന് ഇസ്രയേൽ വധിച്ചു. ഒക്ടോബറിൽ ഹമാസ് തലവൻ യഹ്യ സിൻവറിനെയും വകവരുത്തി. ഹമാസിന്റെ നേതാവ് ഖലീൽ അൽ ഹയയെ ലക്ഷ്യമിട്ട് ഏറ്റവും ഒടുവിൽ ഇസ്രയേൽ ആക്രമണം നടത്തി. അന്ന് ഖത്തറിലേക്കാണ് ഇസ്രയേലിന്റെ ആക്രമണം നടന്നത്. ഖലീൽ അൽ ഹയ കഷ്ടിച്ച് രക്ഷപ്പെട്ടുവെങ്കിലും ഖലീൽ അൽ ഹയയുടെ മകനെ ആ ആക്രമണത്തിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ സമാനതകളില്ലാത്ത നാശനഷ്ടമാണ് ഗസയിൽ ഇസ്രയേൽ പ്രത്യാക്രമണത്തിൽ നടത്തിയത്. ഗസയിൽ മാത്രമല്ല, ലബനനിലും സിറിയയിലും ഇറാനെതിരെയും ഏറ്റവും ഒടുവിൽ ഖത്തറിനെതിരെയും വരെ ആ ആക്രമണങ്ങൾ യുദ്ധം വ്യാപിപ്പിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ സമാധാന ശ്രമങ്ങൾ എപ്പോഴുണ്ടായാലും ആക്രമണം കടുപ്പിച്ചുകൊണ്ട് ആ സമാധാന ശ്രമങ്ങളെപ്പോലും ഇല്ലാതാക്കാനുള്ള നീക്കവും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്.
അന്താരാഷ്ട്ര ഇടപെടലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. UN അവിടെ നടക്കുന്നത് വംശഹത്യയാണ് എന്നത് UN സ്വതന്ത്ര ഏജൻസി കണ്ടെത്തി. ജനോസൈഡാണ് അവിടെ നടക്കുന്നത് എന്നത് അങ്ങനെ ലോകം തന്നെ സ്ഥിരീകരിച്ചു. ഒരു വംശഹത്യയുടെ UN പ്രഖ്യാപിതമായിട്ടുള്ള 5 മാനദണ്ഡങ്ങളിൽ 4 അവിടെ സംഭവിക്കുന്നുണ്ട് എന്നതായിരുന്നു UN ഗുരുതരമായ കണ്ടെത്തൽ. അപ്പോൾ ഈ 2 വർഷം പ്രതികാരം എന്ന നിലയിൽ ഗാസയെ ഉന്മൂലനം ചെയ്യുകയാണ് ഇസ്രയേൽ ചെയ്തത്. അമേരിക്കയുടെ സെപ്റ്റംബർ 11 ആക്രമണം, അതിനോടാണ് ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ഈ ആക്രമണത്തെ ഇസ്രയേൽ സമീകരിക്കുന്നത്. അങ്ങനെ തിരിച്ചടിക്കാനുള്ളത് തങ്ങളുടെ അവകാശമാണ് എന്ന കാര്യം പറഞ്ഞുകൊണ്ട്, ന്യായം പറഞ്ഞുകൊണ്ടാണ് ഇസ്രയേൽ ഗാസയെ ഇല്ലായ്മ ചെയ്യുന്ന നടപടി തുടർന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധക്കുറ്റങ്ങളുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും പേരിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ ഒപ്പം തന്നെ അവരുടെ പ്രതിരോധ മന്ത്രിയെയും ഈ ആക്രമണങ്ങൾക്ക് ശേഷം രാജ്യാന്തര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച സാഹചര്യം കൂടിയുണ്ട്. ഈ അറസ്റ്റ് വാറണ്ട് ഭയന്ന് തന്നെയാണ് നെതന്യാഹു ഇപ്പോഴും ഉള്ളത്. ഏറ്റവും ഒടുവിൽ UN സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴും യൂറോപ്യൻ രാഷ്ട്രങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ദൂരം 600 മൈൽ അധികം താണ്ടിയാണ് നെതന്യാഹു UN വേദിയിലേക്ക് എത്തിയത്. അപ്പോൾ ആ അറസ്റ്റ് വാറണ്ട് പുല്ല് വില കൊടുത്തിട്ട് അതിനെ അവഗണിച്ച് കഴിയുകയാണ് ഇപ്പോഴും. അപ്പോൾ ഏറ്റവും ഒടുവിൽ സമാധാന ശ്രമങ്ങൾ എത്തി നിൽക്കുകയാണ് 2 വർഷം പിന്നിടുമ്പോൾ. ഇപ്പോൾ 2 ഘട്ടങ്ങളിൽ മാത്രമാണ് ഇതിനു മുൻപ് ഈ ആക്രമണങ്ങൾക്കിടയിൽ വെടിനിർത്തൽ താൽക്കാലികമായെങ്കിലും ഉണ്ടായിട്ടുള്ളത്. അത് ദിവസങ്ങളുടെ ആശ്വാസം മാത്രമാണ്. ഓരോ ഘട്ടത്തിലും കാരണങ്ങൾ കണ്ടെത്തി ആ സമാധാന ശ്രമങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആക്രമണം ഇസ്രയേൽ കടുപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. 2025 ജനുവരി 15-ന് ആണ് ഏറ്റവും ഒടുവിൽ വെടിനിർത്തൽ ഉണ്ടായിരുന്നത്. വെടിനിർത്തൽ ധാരണ ഹമാസ് ലംഘിച്ചു എന്നാരോപിച്ചാണ് ഇസ്രയേൽ വീണ്ടും ആക്രമണം ആരംഭിച്ചത്. ഇപ്പോൾ ഗസയെ സംബന്ധിച്ച് ഏക ആശ്വാസം, ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള 20-ദിന സമാധാന പദ്ധതിയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. ആ ചർച്ചയിൽ അത് ഇസ്രയേലിന് വേണ്ടി രൂപപ്പെടുത്തിയ പദ്ധതി, ഇസ്രയേൽ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പദ്ധതിയാണ്. ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ പദ്ധതിയിൽ പറയുന്നത്. അതിൽ 2 നിർദ്ദേശങ്ങൾ മാത്രമാണ് ഹമാസ് ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ളത്. അത് വെടിനിർത്തലും ബന്ദികളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈജിപ്തിൽ ചർച്ചകൾ നടന്നത്. ഇന്നലെ നടന്ന ചർച്ചകൾ പൊതുവെ പ്രതീക്ഷ നൽകുന്നതാണ് എന്നതാണ് കരുതപ്പെടുന്നത്. ട്രംപും സമാനമായ അഭിപ്രായം പങ്കുവെക്കുകയുണ്ടായി. ആ തുടർ ചർച്ചകളിലാണ് ഇനി ലോകത്തിന്റെ പ്രതീക്ഷ. പക്ഷേ 2 കാര്യങ്ങൾ മാത്രമാണ് ഹമാസ് അംഗീകരിച്ചിരിക്കുന്നത്. നിരായുധീകരണം ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. അതിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് എന്ന നിർദ്ദേശമാണ് ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ എത്ര നാൾ ചർച്ച, എങ്ങനെ പോകും, അതിന് ഇസ്രയേൽ വഴങ്ങുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ബാക്കിയാണ്. പക്ഷേ ആകെയുള്ള സമാധാനം, ആ ചർച്ചകൾ മുന്നോട്ട് പോകുന്നു എന്നത് മാത്രമാണ്. പക്ഷേ ആ ചർച്ചകൾക്ക് ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുമ്പോൾ പോലും ഗസയിൽ ആക്രമണം അഴിച്ചുവിടുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത്. ആ ആക്രമണങ്ങൾ നിർബാധം തുടരുന്നു. ഇന്നലെയും കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും നേരെ വരെ ആക്രമണമുണ്ടായി. റെഫ്യൂജി ക്യാമ്പുകൾക്ക് നേരെ വരെ ആക്രമണമുണ്ടായി. ഒരു ഭാഗത്ത് ആക്രമണം കടുപ്പിച്ചുകൊണ്ട് തങ്ങളുടെ തന്നെ ഒരു സമാധാന പദ്ധതി, തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സമാധാന പദ്ധതി മുന്നോട്ട് വെച്ചുകൊണ്ട് അതിൽ ചർച്ച നടക്കുമ്പോൾ തന്നെയാണ് ഒരു ഭാഗത്ത് ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുന്നത്. എന്തായാലും എല്ലാ കണ്ണുകളും ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളിലേക്കാണ്. അതിന്റെ തുടർ നീക്കങ്ങൾ എന്താകും എന്നത് എല്ലാവരും കാത്തിരിക്കുകയാണ്. അവിടെ ഒരു സമാധാനം ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയാണ് എല്ലാവരെയും സംബന്ധിച്ചുള്ളത്. എന്തു തന്നെ സംഭവിച്ചാലും 2 വർഷക്കാലം എന്നത് അങ്ങേയറ്റം ലോകം കണ്ട ഏറ്റവും കിരാതമായ നടപടികളുടേതായിരുന്നു, വംശഹത്യയുടേതായിരുന്നു. പലസ്തീന്റെ മണ്ണിൽ മരിച്ചു വീണ കുരുന്നുകൾ, എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെ മരിച്ചു വീണ കുരുന്നുകൾ, അവരുടെ ജീവന്, അവരോട് ചെയ്ത ക്രൂരതയ്ക്ക് ഒന്നും മാപ്പർഹിക്കുന്നില്ല. അത് എന്നും നോവുന്ന മുറിവായി തന്നെ അവശേഷിക്കും. ഇനിയെങ്കിലും ആ അവസ്ഥ മാറട്ടെ, അവിടെ സമാധാനം പുലരട്ടെ എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സമാധാന ചർച്ചകൾ ഫലം കാണട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.
കരൂരിലെ ദുരന്തം അത് വിജയ്ക്കുണ്ടാക്കിയ ആഘാതം എത്ര വലുതാണ് എന്ന് നമുക്കറിയാം. 41 പേരുടെ മരണത്തിന് ഇടയാക്കിയ TVKയുടെ റാലി, അതിനുശേഷം വിജയ് നേരിട്ട ആരോപണങ്ങൾ വളരെ വലുതാണ്. വലിയ വീഴ്ച ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതിൽ വിജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിയുടെ ഭാഗത്തു നിന്ന് പോലും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് വിജയ് എന്ന നടന് നേരിടേണ്ടി വന്നത്. തൻ്റെ രാഷ്ട്രീയ മോഹങ്ങളെല്ലാം വിജയ്ക്ക് അവസാനിപ്പിക്കേണ്ടി വരും എന്ന് തോന്നിപ്പിച്ച ദിവസങ്ങളാണ് കടന്നുപോയത്. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലേക്ക് ഉയരാനോ അപ്രതീക്ഷിതമായുണ്ടായ വലിയ ദുരന്തത്തെ നേരിടാനോ വിജയ്ക്ക് കഴിഞ്ഞില്ല. വിജയ് അവിടെ നിന്ന് അപ്പോൾ തന്നെ സ്വന്തം ജീവൻ രക്ഷിച്ച് പോവുകയായിരുന്നു. അതിനുശേഷം കരൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയി. 2 ദിവസത്തിന് ശേഷമാണ് ആദ്യ പ്രതികരണം വരുന്നത്. 4 ദിവസത്തിന് ശേഷമാണ് ഒരു വീഡിയോ പുറത്തുവിടുന്നത്. അപ്പോൾ അതൊക്കെ വലിയ വീഴ്ചയായും വെറും നടനാണ് വിജയ് എന്ന് തെളിയിക്കുന്നതുമായിരുന്നു. വലിയ ആരോപണങ്ങൾ വിജയ്ക്ക് നേരിടേണ്ടി വന്നു. കോടതി പോലും വിജയുടെ ഈ പെരുമാറ്റത്തെ, ഉത്തരവാദിത്തമില്ലായ്മയെ അതിരൂക്ഷമായി വിമർശിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് പുറത്തു വരുന്ന വിവരം, വിജയ് ഈ ദുരന്തത്തിൽപ്പെട്ടവരെ ഫോണിൽ വിളിച്ചു, അവരോട് സംസാരിച്ചു എന്നതാണ്. കുടുംബാംഗങ്ങളുമായി, ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുമായി, പരിക്കേറ്റവരുമായൊക്കെ വിജയ് സംസാരിച്ചു എന്നതാണ്. നേരത്തെ തന്നെ TVKയുടെ ആളുകൾ ഇവരെ വിജയ് വിളിക്കുമെന്നും സംസാരിക്കുമെന്ന കാര്യം ധരിപ്പിച്ചിരുന്നു. വീഡിയോ കോളിലൂടെയാണ് വിജയ് ഇവരെ ബന്ധപ്പെട്ടത്. ഓരോരുത്തരോടും 15 മിനിറ്റിലധികം 15 മിനിറ്റോളം വിജയ് സംസാരിച്ചു എന്നതിൻ്റെ വിവരങ്ങളാണ് വരുന്നത്. അപ്പോൾ അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒപ്പമുണ്ടാകും എന്ന ഒരു ഉറപ്പ് ഓരോരുത്തർക്കും വിജയ് നൽകുകയും ചെയ്തു എന്നതാണ് മനസ്സിലാകുന്നത്. ഈ സ്ക്രീൻഷോട്ടുകൾ എടുക്കുകയോ അത് റെക്കോർഡ് ചെയ്യുകയോ പുറത്ത് വിടുകയോ ചെയ്യരുത് എന്ന അഭ്യർത്ഥന താരം നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രങ്ങളോ ഫോൺ സംഭാഷണങ്ങളോ മറ്റ് വിവരങ്ങളോ പുറത്തു വന്നിട്ടില്ല. പക്ഷേ വിജയുമായി ആശയവിനിമയം നടത്തിയ ഈ ദുരന്തത്തിൽപ്പെട്ടവരും ദുരന്തത്തിൽപ്പെട്ട് മരിച്ചവരുടെ ബന്ധുക്കളുമൊക്കെ നടത്തിയ പ്രതികരണത്തിലൂടെയാണ് ഇങ്ങനെ ഒരു ഇടപെടൽ താരത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത്. പക്ഷേ കരൂരിലേക്ക് വിജയ് എത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. അതിന് മാത്രം അവിടം പരുവപ്പെട്ടിട്ടുണ്ടോ, വിജയ് ഇനി അങ്ങനെ ഒരു പൊതു ഇടത്തിലെത്തി എല്ലാവരെയും കാണാനും സംസാരിക്കാനും ഒക്കെ പരുവപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും വിജയ് ഒരു സ്റ്റെപ്പ് പിന്നോട്ടില്ല എന്നതിന്റെ സൂചന നൽകുന്നു. ഈ അപകടത്തിൽ പെട്ടുപോയവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നു, അവർക്കൊപ്പമുണ്ടാകും എന്ന ഉറപ്പ് വിജയ് നൽകുന്നു എന്നതാണ് ഇവിടെ കാണേണ്ടത്. അതൊരു തിരിച്ചുവരവിന്റെ സൂചനയാണോ? എല്ലാ പ്രതിസന്ധിയിൽ നിന്നും വിജയ് ഉയർത്തെഴുന്നേൽക്കുമോ എന്നതാണ് നമ്മുടെ ചോദ്യം. ഈ സാഹചര്യം എങ്ങനെയാണ് എന്നത് കൂടി നമ്മൾ കാണണം. ഇപ്പോൾ വിജയ്ക്കെതിരെ കേസെടുത്തിട്ടില്ല, ധൃതി പിടിച്ച് കേസെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് DMK എത്തിയിരിക്കുന്നു. അത് MK സ്റ്റാലിന്റെ തന്നെ നിർദ്ദേശപ്രകാരമാണ് അത്തരമൊരു തിരക്കിട്ട നീക്കം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് DMK എത്തിയത് എന്നാണ് അറിയുന്നത്. കാരണം BJP ആ അവസരം മുതലെടുക്കും എന്ന വിലയിരുത്തൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുകയും അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്ന ഒരു നിർദ്ദേശം MK സ്റ്റാലിൻ DMK യോഗത്തിൽ നൽകിയിട്ടുണ്ട് എന്നതാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നീക്കം DMKയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത്. BJP ഒരു തരത്തിലും ഈ അവസരം മുതലെടുക്കരുത് എന്ന ഒരു നിഷ്ഠ DMK സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് വളരെ കരുതലോടുകൂടിയാണ് DMK ഈ വിഷയത്തിൽ ഇടപെടുന്നത്. കോടതിയുടെ വിമർശനമാണ് വിജയെ സംബന്ധിച്ച് ഏറ്റവും തിരിച്ചടിയായിട്ടുള്ളത്. മനുഷ്യനിർമ്മിത ദുരന്തം എന്ന വാക്കാണ് കോടതി ഉപയോഗിച്ചത്. അപ്പോൾ സംഭവത്തിന്റെ ഉത്തരവാദി ആരാണ് എന്ന് കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വിജയ് സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷമായതിനെ കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. ജനങ്ങളെ സഹായിക്കാനോ അവരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനോ ആരുമുണ്ടായില്ല എന്ന കാര്യം കോടതി ചൂണ്ടിക്കാട്ടി. പ്രത്യേക അന്വേഷണ സംഘത്തെ കോടതി നിയോഗിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കോടതിയുടെ പരാമർശങ്ങൾ വിജയെ സംബന്ധിച്ച് മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും നീക്കങ്ങളോ അവരുടെ വിമർശനങ്ങൾക്കോ അപ്പുറത്തുള്ള ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ DMKയും ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് സ്ഥിതി മോശമാക്കേണ്ടതില്ല എന്ന ഒരു നിഗമനത്തിലേക്കും ഏറ്റവും ബുദ്ധിപൂർവമായ നീക്കത്തിലേക്കുമാണ് DMK ഈ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്.
ഇത് ഗൂഢാലോചനയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വിജയ് കോടതിയെ സമീപിച്ചിരുന്നത്, TVK കോടതിയെ സമീപിച്ചിരുന്നത്. അവിടെ കോടതിയിൽ നിന്ന് തിരിച്ചടി ഏൽക്കുന്നത് അവരെ സംബന്ധിച്ച് വളരെ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ്. DMK ഏറ്റവും തന്ത്രപൂർവ്വം ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു. എന്താണ് BJPയുടെ നീക്കം എന്നതുകൂടി നമ്മൾ നോക്കണം. BJPയെ സംബന്ധിച്ച് TVKയെ ഒപ്പം നിർത്താനുള്ള നീക്കം BJP നടത്തുന്നുണ്ട്. ഒറ്റയ്ക്കാകില്ല എന്നൊരു ഉറപ്പ് വിജയ്ക്ക് നൽകിയിട്ടുണ്ട് BJPയുടെ മുതിർന്ന നേതാവ് എന്നതാണ് പുറത്തു വരുന്ന വിവരം. തമിഴ്നാടിനെ സംബന്ധിച്ച് BJPക്ക് ഒരുപാട് രാഷ്ട്രീയമായ പ്രതീക്ഷകൾ ഉള്ള ഇടമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് എന്നത് BJP കരുതുന്നു. അവിടെ വിജയിയെ ഒപ്പം നിർത്താനാകുമോ എന്നതിൻ്റെ സാധ്യതകൾ BJP തേടുന്നുണ്ട്. അതിന് ഈ സാഹചര്യം ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നതാണ് അവർ ആലോചിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ആശയവിനിമയങ്ങൾ നടന്നിട്ടുണ്ട് എന്നതാണ് കരുതുന്നത്. ചെറു പാർട്ടികളെ ഒപ്പം നിർത്തിയാൽ ഒരു പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന ഒരു നിഗമനത്തിലേക്ക് BJP എത്തിയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിധത്തിലുള്ള ആശയവിനിമയങ്ങൾ നടത്തുന്നത്. വിജയുടെ ജനപ്രീതി തങ്ങൾക്ക് വോട്ടർമാരെ സ്വാധീനിക്കാനും ഒരു പ്രധാന ശക്തിയായി തമിഴ്നാട്ടിൽ ഉയർന്നു വരാനും സഹായകമാകും എന്നത് BJP കരുതുന്നു. ആ സാഹചര്യം ഉപയോഗപ്പെടുത്താനാണ് BJP ശ്രമിക്കുന്നത്. മറ്റ് ചെറിയ ചെറിയ പാർട്ടികളിൽ നിന്ന് TVKയിലേക്ക് ആളുകളെ സമാഹരിക്കാൻ, ആളുകളെ എത്തിക്കാൻ വിജയ്ക്ക് കഴിയും എന്നത് BJP പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ TVKയെ ഒപ്പം നിർത്തിക്കൊണ്ട്, സഖ്യകക്ഷിയായോ മറ്റോ ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു നീക്കം നടത്താൻ പറ്റുമോ എന്നതാണ് BJP ഉദ്ദേശിക്കുന്നത്. എന്നാൽ AADMKയെ പിണക്കിക്കൊണ്ട് അത്തരമൊരു നീക്കത്തിലേക്ക് പോകാൻ BJP ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ AADMKയെ ഒപ്പം നിർത്തിക്കൊണ്ട് എന്ത് നീക്കുപോക്ക് ഇതിൽ സാധ്യമാകും എന്നതാണ് BJP തേടുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് വിജയെ സംബന്ധിച്ച് പരിതാപകരമാണ്. വിജയ് ഒരു നടൻ മാത്രമായി ചുരുങ്ങിപ്പോയ ദിവസങ്ങളാണ് കണ്ടത്. വലിയ പ്രതീക്ഷ TVKയുടെ പ്രഖ്യാപനത്തോടു കൂടി വിജയിലുണ്ടായിരുന്നു. വിജയെ അടുത്ത മുഖ്യമന്ത്രിയായി പോലും കണ്ട മനുഷ്യരുണ്ടായിരുന്നു. തമിഴ്നാടിനെ ഇനി നയിക്കാൻ പോകുന്നത് വിജയിയാണ് എന്ന് വിശ്വസിച്ചിരുന്ന നാട്ടുകാരുണ്ടായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ മുന്നിൽ വിജയ് വെറും നടൻ മാത്രമായി പോയതായിരുന്നു കരൂർ ദുരന്തം, അതിനുശേഷം നടന്ന സംഭവങ്ങളൊക്കെ സൂചിപ്പിച്ചത്. ഈ സാഹചര്യങ്ങളെ വിജയ് എങ്ങനെ നേരിടും എന്നതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ വിജയ് നൽകുന്നത് ഒരു തിരിച്ചുവരവിന്റെ സൂചനയാണ്. ഈ അപകടത്തിൽപ്പെട്ട മനുഷ്യർ, അവർക്കൊപ്പമുണ്ടായിരുന്നവർ, അവരുടെ ബാക്കി വന്ന കുടുംബാംഗങ്ങൾ, അവരെ ഒപ്പം നിർത്തുക എന്നതിലാണ് വിജയ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിൽ തുടങ്ങി ഈ വലിയ ദുരന്തത്തിൽ നിന്ന് കരകയറാനുള്ള നീക്കങ്ങളാണ് വിജയ് ആലോചിക്കുന്നത്. അതിൽ വിജയ് BJPക്കൊപ്പം പോകുമോ അതോ സ്വന്തമായി നിന്ന് പോരടിച്ച് ഈ കറ മായ്ച്ചു കളയാനുള്ള ശ്രമം നടത്തുമോ എന്നതാണ് അറിയേണ്ടത്. നമുക്കറിയാം വിജയെ സംബന്ധിച്ച് BJPക്ക് കൈകൊടുത്താൽ പിന്നീട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തി വിജയ്ക്കുണ്ടാകും എന്ന ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഇതുവരെ വിജയ് TVKയിലൂടെ പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായി പോകും. അപ്പോൾ അങ്ങനെ ഒരു ആത്മഹത്യാപരമായ തീരുമാനം വിജയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഉപയോഗപ്പെടുത്തി വിജയിയെ ആ നിലയിൽ വരുതിക്ക് നിർത്താൻ BJPക്ക് കഴിയുമോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്തായാലും ഒരു തിരിച്ചുവരവിന്റെ സൂചന വിജയ് നൽകുമ്പോൾ എങ്ങനെയാകും വിജയുടെ ഇനിയുള്ള ഭാവി എന്നത് വലിയ ആകാംക്ഷ ഉണർത്തുന്ന കാര്യമാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചും വളരെ പ്രസക്തമാണ്. DMK ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വലിയ പ്രാധാന്യത്തോടുകൂടിയും ഒപ്പം തന്നെ ജാഗ്രതയോടുകൂടിയും അതിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. 26 സേഫാണ് എങ്കിൽ പോലും മുന്നോട്ടുള്ള കാലത്ത് വിജയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള നീക്കം നടത്താൻ കഴിയുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത് BJPക്കൊപ്പമായിരിക്കുമോ ഒറ്റയ്ക്കായിരിക്കുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. മലപ്പുറത്തെ വികസന സദസ്സുകൾ UDFന് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ്. എന്തായാലും ഈ മംഗളത്തിന് പുറമെ മറ്റ് ഇടങ്ങളിൽ കൂടി വികസന സദസ്സ് സംഘടിപ്പിക്കുകയാണ് UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ. ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തുകളാണ് ഈ വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത്. എല്ലാ നിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അത്തരം വികസന സദസ്സ് നടന്നത്. മംഗലം പഞ്ചായത്തിലായിരുന്നു ആദ്യ
വികസന സദസ്സ് നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ലീഗ് നേതാവ് CP കുഞ്ഞുട്ടിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. കോൺഗ്രസുകാരിയായ വൈസ് പ്രസിഡന്റ് കെ പാത്തുമ്മക്കുട്ടിയും UDF നേതാക്കളും സമരസമിതി അധ്യക്ഷന്മാരും ഒക്കെ ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മൊറയൂർ പഞ്ചായത്തും കീഴാറ്റൂർ പഞ്ചായത്തും വികസന സദസ്സ് സംഘടിപ്പിച്ചത്. വികസന സദസ്സുമായി സഹകരിക്കാമെന്ന് മലപ്പുറം ജില്ലാ കമ്മിറ്റി നേരത്തെ കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. പിന്നാലെ ജില്ലാ സെക്രട്ടറി ഇടപെട്ട് തന്നെ അതിൽ വ്യക്തത വരുത്തിയതാണ്. അങ്ങനെ ഒരു നീക്കമില്ല. സ്വന്തം നിലയിൽ വേണമെങ്കിൽ വികസന സദസ്സുകൾ സംഘടിപ്പിക്കാം, അല്ലാതെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമുള്ള വികസന സദസ്സായി അത് മാറേണ്ടതില്ല എന്ന ഒരു കാര്യം വിശദീകരിച്ചിരുന്നതാണ്. പക്ഷേ അത് താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല. ആ നിർദ്ദേശങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ വികസന സദസ്സുകൾ അവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇവിടെ വികസന സദസ്സ് നേതൃത്വത്തിന്റെ സംസ്ഥാന UDF നേതൃത്വത്തിന്റെ നിർദ്ദേശം മറികടന്ന് ഇങ്ങനെ നടത്തപ്പെടുമ്പോൾ അത് LDF-ന് ഉണ്ടാക്കുന്ന സന്തോഷം വളരെ വലുതാണ് എന്നത് നമ്മൾ കാണണം. ആ രീതിയിൽ തന്നെ അതിനെ അവർ സമീപിക്കുന്നുണ്ട്. ഈ വികസന സദസ്സ് സംഘടിപ്പിക്കുന്നവർക്ക് LDF വലിയ രീതിയിലുള്ള നന്ദി അറിയിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം കൂടി അവിടെ സംഭവിക്കുന്നു. അപ്പോൾ എന്താണ് മലപ്പുറത്ത് സംഭവിക്കുന്നതെന്ന് നോക്കിയാൽ, മലപ്പുറത്ത് ഏതാണ്ട് 94 ജില്ലാ പഞ്ചായത്ത് ഭരണസമിതികൾ ഉള്ളതിൽ ഭൂരിപക്ഷവും 70-ലധികവും മുസ്ലിം ലീഗ് ഭരിക്കുന്നതാണ്. അവിടെ വികസന സദസ്സ് സംഘടിപ്പിക്കുക എന്നത് UDF-ന് തന്നെ നേട്ടമാകും എന്നതാണ് ഭരണസമിതികൾ പറയുന്നത്. കാരണം അവരുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അത് സംഘടിപ്പിക്കുക എന്നത് നേട്ടമാകും എന്നത് കരുതിക്കൊണ്ടാണ് ലീഗിന്റെ ഭരണസമിതികൾ ഇത്തരം വികസന സദസ്സുകൾ സംഘടിപ്പിക്കാൻ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തങ്ങൾക്കത് പ്രയോജനപ്പെടും എന്നതാണ് അവരുടെ ധാരണ. ഇതിന് കാരണമായി അവർ പറയുന്നത് ആരും വികസന സദസ്സ് നടത്തരുത് എന്ന നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ല എന്നതാണ്. അത്തരം നിർദ്ദേശങ്ങളൊന്നുമില്ല. ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നു. അപ്പോൾ മൊറയൂർ പഞ്ചായത്ത് പ്രസിഡന്റും ലീഗ് നേതാവുമായ സുനീറ പൊറ്റമ്മലാണ് ന്യൂസ് 18നോട് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ആരും തടഞ്ഞിട്ടില്ല എന്നതാണ് അവരുടെ ന്യായം. 5 വർഷം കൊണ്ട് കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ സദസ്സ് ഉപകാരപ്പെടുന്നു. സദസ്സ് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ മുതലേ നമുക്ക് നേരത്തെ നമ്മൾ ഇതിന് പോലെ നടത്തിയിട്ടുണ്ട്. ഈ ഒരു സദസ്സ് കൊണ്ട് നമുക്ക് ആളുകൾക്ക് എത്രയും നമ്മുടെ ഈ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഈ വിഷയ വികസനത്തിനെതിരെ UDF-ൻ്റെ ഒരു പങ്കെടുക്കരുതെന്ന് നിർദ്ദേശമുള്ളതല്ലേ, അത് ലംഘിച്ചുകൊണ്ടാണോ ഇപ്പോൾ പങ്കെടുക്കുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ നമ്മുടെ സംഘാടക സമിതി കൂടിയപ്പോൾ തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ 100% സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും നമ്മൾ നേരിട്ട് വിളിച്ചപ്പോഴും നമ്മുടെ പാർട്ടിയൊക്കെ നമ്മളൊരു മെസ്സേജും അയച്ചപ്പോൾ തന്നെ അവരതിൽ പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് പ്രതിപക്ഷങ്ങളാണ് നമ്മൾക്ക് വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. അന്ന് സംഘാടക സമിതിയിൽ വന്നില്ല. ഇന്ന് അവർ വരുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. എല്ലാ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ നമ്മൾ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഒരു തടസ്സം നിരോധനമോ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ല ഇതിനെതിരെ? ഇല്ല. മലപ്പുറം ജില്ലയിൽ നമുക്ക് നിരോധനം പറഞ്ഞിട്ടില്ല, നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇത് ഈ സർക്കാരിൻ്റെ നമ്മൾ 5 വർഷത്തെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും മികച്ചൊരു വഴിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ നേട്ടങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയ അവസരമായി കണ്ടുകൊണ്ടാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്നതാണ് സുനീറ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ആരും ഇത് വിലക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ UDF-ന്റെ ജില്ലാ ചെയർമാൻ തന്നെ അജയ്കുമാർ തന്നെ പറയുന്നുണ്ട്. ന്യൂസ് 18നോട് ഇന്ന് രാവിലെയൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് കൃത്യമായി താഴെത്തട്ടിലേക്ക് ആ നിർദ്ദേശം നൽകിയിരുന്നതാണ്. വികസന സദസ്സുകൾ സംഘടിപ്പിക്കേണ്ടതില്ല, വേണമെങ്കിൽ സ്വന്തം നിലയിൽ അത്തരം പരിപാടികൾ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടികളാകാം, അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഉള്ള ഇത്തരം വികസന സദസ്സുകൾ വേണ്ട എന്ന നിർദ്ദേശം നൽകിയിരുന്നത് ആണ് എന്ന് പറയുമ്പോഴാണ് ഇപ്പോഴും വലിയ ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആശയക്കുഴപ്പം എന്നതിനപ്പുറം ഈ നിർദ്ദേശത്തെ ലംഘിച്ചുകൊണ്ട് മലപ്പുറത്തെ ഭരണസമിതികൾ വികസന സദസ്സുകൾ സംഘടിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ലീഗ് കോൺഗ്രസിന്റെ തന്നെ നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സംസ്ഥാന തലത്തിൽ അത്തരം ഒരു തീരുമാനമെടുക്കുമ്പോൾ അത്തരം നിർദ്ദേശം നൽകിയിരുന്നു എങ്കിൽ പോലും താഴെത്തട്ടിൽ അത് നടപ്പാക്കാൻ ഉള്ള നടപടികൾ എടുത്തിട്ടില്ല എന്നത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അത് വലിയ ആശയക്കുഴപ്പവും പ്രശ്നങ്ങളും UDF-നെ സംബന്ധിച്ച് സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ലീഗിനെ സംബന്ധിച്ച്
അവരുടെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള അവസരമായി ഇത് കാണുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നില്ല. ഒപ്പം ഇടതുപക്ഷം ഇത് വലിയ രീതിയിൽ ആഘോഷമാക്കുന്നതും അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാണ്. പക്ഷേ ഒരു മുന്നണിയാകുമ്പോൾ ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരും എന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാതെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്ന കാര്യമാണ് ലീഗ് നോക്കുന്നത്. ഇടത് മാധ്യമങ്ങളായാലും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന മാധ്യമങ്ങളായാലും ഒപ്പം തന്നെ ആളുകളായാലും ഒക്കെ ഈ വികസന സദസ്സ് വലിയ രാഷ്ട്രീയ ആയുധമായി തന്നെ പ്രയോഗിക്കുമ്പോൾ മറുപടി പറയാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം UDF-നെ സംബന്ധിച്ച് സംജാതമായിട്ടുണ്ട്. ഇനി ഇതിൽ അവസാനിക്കുന്നില്ല. മറ്റ് ഭരണസമിതികളും ഒക്കെ ഇത് ഏറ്റെടുക്കാനുള്ള വ്യാപകമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ UDF-നെ സംബന്ധിച്ച് വികസന സദസ്സ് അതിൽ നിന്ന് വിട്ടു നിൽക്കാനെടുത്ത തീരുമാനമൊക്കെ അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അത് മലപ്പുറം ജില്ലയിൽ ഏറ്റവും പ്രധാനമായും ഒരു തിരിച്ചടിയായി തന്നെ മാറുന്നു. ലീഗും കോൺഗ്രസും തമ്മിലുള്ള ആശയവിനിമയങ്ങൾ ഇനി ഇതിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു, എങ്ങനെ ആ പ്രശ്നം പരിഹരിക്കും എന്നതാണ് നമുക്ക് കാണേണ്ടത്. ഇപ്പോൾ എന്തായാലും അതൊരു തലവേദനയായിരിക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഒരിടവേള കൂടി എടുക്കാം. അതിനുശേഷം അടുത്ത ഫോക്കസ് വാർത്തയിലേക്ക്. ദുൽഖർ സൽമാന്റെ ലാൻഡ് റോവർ ഇപ്പോഴും കസ്റ്റംസിന്റെ കസ്റ്റഡിയിലാണ്. അത് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ ഇപ്പോൾ ഇടപെടേണ്ട സാഹചര്യമില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അന്വേഷണം നടക്കുകയല്ലേ, ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് കോടതി പറയുമ്പോൾ അത് ദുൽഖറിനെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. ഇനിയും ആ വാഹനം തിരിച്ചു കിട്ടണമെന്നതിന് ദുൽഖർ ഇനിയും കാത്തിരിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതിനപ്പുറം കസ്റ്റംസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. വിദേശത്ത് നിന്ന് കടത്തിയതാണ് ഈ വാഹനം എന്നത് കസ്റ്റംസ് കോടതി അറിയിക്കുന്നു. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിട്ടു നൽകാനാവില്ല എന്നത് അറിയിക്കുന്നു. ഹർജി നിലനിൽക്കില്ല എന്ന കാര്യം കോടതി അറിയിക്കുന്നു. മറ്റ് 2 വാഹനങ്ങൾ കൂടി ദുൽഖറിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ വാഹനം മാത്രം ആവശ്യപ്പെടുന്നു എന്നൊരു ചോദ്യം കസ്റ്റംസ് ചോദിക്കുന്നു. വാഹനം വിദേശത്ത് നിന്ന് കടത്തിയതാണ് എന്നതിൻ്റെ തെളിവുകളുണ്ട് എന്നത് കസ്റ്റംസ് പറയുന്നു. കസ്റ്റംസ് ആക്ട് പ്രകാരമാണ് നടപടി എന്നത് കേന്ദ്ര സർക്കാർ അഭിഭാഷകനും കോടതി അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിൽ കോടതി ഏതൊരു സാധാരണക്കാരും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് മറിച്ച് ചോദിക്കുന്നത്. കസ്റ്റംസ് പിടിച്ചെടുത്ത ലാൻഡ് റോവർ വാഹനം എന്തുകൊണ്ട് ഇത് വർഷങ്ങളായി ഉപയോഗിക്കുന്നതല്ലേ എന്ന ഒരു ചോദ്യമാണ് കോടതി ചോദിക്കുന്നത്. വർഷങ്ങളായി ആ ഉടമസ്ഥൻ കൈവശം വെക്കുകയും ഉപയോഗിച്ചു വരുന്നതുമായിട്ടുള്ള സാധനമല്ലേ, ഇപ്പോൾ ആ കാറല്ലേ, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇടപെടൽ എന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പല തവണ കൈമാറി വന്ന വാഹനമാണ്. ഒടുവിലെത്തിയ ഉടമയാണ് ദുൽഖർ സൽമാൻ. ആരാണിതിൽ യഥാർത്ഥ ഉത്തരവാദി എന്നാണ് അപ്പോൾ കോടതി ചോദിക്കുന്നത്. ഇപ്പോഴാണോ തട്ടിപ്പ് കണ്ടെത്തിയതെന്ന് ചോദിക്കുന്നു. വിവരങ്ങൾ പ്രത്യേകം പറയാൻ കോടതി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ വിവരങ്ങൾ പ്രത്യേകമായി അറിയിക്കണം, ഇതിനെ കൂട്ടിക്കുഴയ്ക്കരുത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കസ്റ്റംസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കോടതി. അപ്പോൾ ഇനി ആ നിർദ്ദേശങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ, മറുപടി കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കി അതിനുശേഷമായിരിക്കും കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനകൾ നടത്തുന്നത്. ദുൽഖറിന്റെ അടക്കം 6 ആഡംബര വാഹനങ്ങൾ കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ തുടരാനുള്ളൊരു സാഹചര്യമാണ് ഇതോടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഓപ്പറേഷൻ നുങ്ഖോറിന്റെ ഭാഗമായി കസ്റ്റംസ് പിടിച്ചെടുത്തത് 33 വാഹനങ്ങൾ മാത്രമാണ് എന്ന ഒരു വിവരം കൂടി ഇന്നത്തെ കോടതി നടപടികളിലൂടെ പുറത്തുവരികയാണ്. ഏതാണ്ട് 200ഓളം വാഹനങ്ങൾ കടത്തിയിട്ടുണ്ട് എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ഓപ്പറേഷൻ ആരംഭിക്കുമ്പോൾ നമുക്ക് ലഭിച്ച വിവരമെങ്കിൽ ഏതാണ്ട് 39 വാഹനങ്ങൾ മാത്രമാണ് ഇവർക്ക് പിടിച്ചെടുക്കാനായത് എന്നതാണ് മനസ്സിലാകുന്നത്. 6 ആഡംബര വാഹനങ്ങൾ ഇപ്പോഴും കസ്റ്റംസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. ദുൽഖറിന്റെ വാഹനം ഉൾപ്പെടെ ഈ കസ്റ്റഡിയിലുണ്ട്. റെയ്ഡ് തുടങ്ങിയിട്ട് 2 ആഴ്ച പിന്നിടുകയാണ്. അപ്പോൾ 39 വാഹനങ്ങളിലേക്ക് വരെ എത്താനായിട്ടുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഇനി വ്യാപക പരിശോധനകൾ ആവശ്യമാണ് എന്നതാണ് കസ്റ്റംസ് കോടതിയിൽ പറയുന്നത്. വിദേശത്ത് നിന്ന് എത്തിച്ച വാഹനങ്ങൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് മാറ്റി എന്ന ഒരു നിഗമനത്തിൽ കൂടി കസ്റ്റംസ് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്, കർണാടക സർക്കാരുകളുടെ സഹായത്തോടു കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ പരിശോധനയുടെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ആളുകൾ ഈ കാറുകൾ സംസ്ഥാനത്ത് നിന്ന് തന്നെ കടത്തിയിട്ടുണ്ട് എന്നതാണ് കസ്റ്റംസ് എത്തുന്ന നിഗമനം. അങ്ങനെയാണ് അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനും ഉള്ള സാഹചര്യം ഇപ്പോൾ കസ്റ്റംസ് തേടുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. 39 വാഹനം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള വാഹനങ്ങളുടെ ഉടമകൾ ആരാണ്, അവർ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ മറവിൽ തന്നെ നിൽക്കുന്നത്, അവർക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടായി തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ
ദുൽഖർ സൽമാനുമായി ബന്ധപ്പെട്ട് ഈ നിയമ നടപടികളിൽ അല്പം തിരിച്ചടിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. കോടതി ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ല എന്നൊരു തീരുമാനം എടുത്തതിലൂടെ എന്തായാലും കാത്തിരിക്കേണ്ടി വരും എന്താണ് ഈ കാര്യങ്ങളിലൊക്കെ സംഭവിക്കുന്നത് എന്നതറിയാൻ. കോടതി ഇപ്പോൾ സാമാന്യമായി ആളുകൾക്കുണ്ടാകുന്ന സംശയങ്ങൾ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ വിവരങ്ങൾ കൂടുതൽ ധരിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു കോടതി. എന്തായാലും നമ്മളുടെ സമയം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഫോക്കസ് വാർത്തകൾക്ക് ശേഷം നമ്മൾ ഈ 1 മണിക്കൂർ ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രേക്ഷകർ തുടരണം. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.